ഹായ് ഗൈസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ലിപ്സ്റ്റിക്കുകളുടെ സ്വാച്ച് നോക്കാന്ന്. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ലാസ്റ്റ് വീഡിയോയിൽ, നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാന്ന്. സോ അത് നോക്കാനായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇതാണ് ആ സംഭവം, മാറ്റ് മിനി ലിക്വിഡ് ലിപ്സ്റ്റിക് ന്യൂഡ് എഡിഷൻ. ഇത് ഞാൻ മീഷോന്നാണോ വാങ്ങിയത്, ഷോപ്സിന്നാണോ വാങ്ങിയത്? ഞാൻ മീഷോന്നാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് 98 93 റുപ്പീസിനാണ് വാങ്ങിയത്. മീഷോന്നായിരിക്കണം. ഞാനിപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയാൽ ഞാൻ ഫോണിലാണ് ഇപ്പോൾ ചെയ്യണത്, ഇപ്പോൾ എടുത്ത് നോക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് മീഷോന്നാണ് വാങ്ങിയത്. 98 93 റുപ്പീസിനാണ് വാങ്ങിയ സംഭവം. ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം എത്ര രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയെന്നുള്ളതും. ചിലപ്പോൾ ഇപ്പം റേറ്റ് മാറിയിട്ടുണ്ടാവും, ഇപ്പം റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ കറണ്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ടോളാം ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം നാളെ ലാസ്റ്റ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരിയിൽ ഇടുന്നതിന് മുന്നേ ലാസ്റ്റ് ഒരു ദീപാവലി സമയത്താണ് ഞാൻ ഇട്ടത്. അപ്പം ആ സമയത്ത് ഞാനിത് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഈ സംഭവം. ഇതിങ്ങനെ മേടിച്ച് വെച്ചു, വീഡിയോ ഇട്ടതിന് ശേഷം യൂസ് ചെയ്ത് നോക്കാം, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. അപ്പം അങ്ങനെ മടി പിടിച്ച് ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത്. ഓക്കെ, ഐ എം വെരി ബിസി പേഴ്സൺ. ഓക്കെ, ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വാച്ച് നോക്കാം, എന്താ സംഭവം നോക്കാം. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ, ഷെയ്ഡുകളുടെ നെയിം, ഒരു ലിപ്സിൻ്റെ ഷെയ്ഡുകളുടെ ഫ്ലോപ്പായി. ഇതിൻ്റെ ബാക്കിൽ ഷെയ്ഡിൻ്റെ ഇത് തന്നിട്ടുണ്ട്, ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് തന്നിട്ടുണ്ട്. എന്താ, ഒരെണ്ണം ഷോ ഗേള്, ഹേർട്ട് ബ്രേക്കർ, മെറ്റീരിയൽ ഗേള്, ഫേമസ് ഗേൾ, ഇങ്ങനെ 4 ഷെയ്ഡാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. മിനി പോട്ടാണേ. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ 399 റുപ്പീസ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് 98 രൂപയ്ക്കാണ് കിട്ടിയത്. എന്തോ ചിളിച്ചാത്ത സാധനമാണ്. ബട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. കയ്യിൽ കൊടുക്കുന്നില്ലല്ലോ ഭഗവാനിതേ. എല്ലാം ഏകദേശം ഒരേപോലത്തെ ഷെയ്ഡായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? ഫോണിൽ നോക്കുമ്പോൾ പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഇതാണ് ഷെയ്ഡ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഷെയ്ഡ്. നമുക്കിതെങ്ങനെയാണ് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഷോകളാണ്. ഷോകൾ കുറച്ച് പിങ്കിയാണ്. സോ ഐ തിങ്ക് ഈ 3 ഏതാ ഷോകള്? 3 ഏകദേശം ഒരേപോലെ ഉണ്ടേ, നമുക്ക് കാണാനില്ല. ഓക്കെ, ഈ 3 ഏതാ ഷോകള്? പിങ്ക് ആയിട്ടുള്ളതാണ് ഷോകൾ. ഐ തിങ്ക് ഇതാണ് ഷോകൾ എന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ലൈറ്റ് അല്ലേ? സോ ഇതാണ് ഷോകൾ. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് നോക്കാം. മിക്കവാറും എനിക്ക് വാഷ് ഔട്ടോ ഇത് കണ്ടിട്ട് എനിക്കിതിന് ലിപ്പ് ലൈനർ എങ്ങാനും വേണ്ടി വരുമായിരിക്കും. എന്നാലും ഇട്ട് നോക്കാം, ചുണ്ടുണ്ടാവോ എന്തോ. അതിന് മുന്നേ ഞാൻ ഈ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സാധനമാണ്, എനിക്കിഷ്ടമായി. ഇത് കുറച്ച് ബി വാക്സ് ആണോ ഇത്, എനിക്കറിയില്ല. ഈ സംഭവം എനിക്കിഷ്ടമായി. ലിപ്പിൽ നിന്ന് പോണില്ല. മറ്റേ നിവ്വിക്കണമെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ പോകും, ഇത് പോണില്ല. ഓക്കെ, നമുക്ക് ഇട്ട് നോക്കാം. നമ്മൾ എന്ത് ലിപ്സ്റ്റിക്ക് ഇടാണെങ്കിലും നമ്മൾ എന്താ പറയുക, ആ സംഭവം ഇടണം. ഏതാ, ലിപ് ബാം ഇടണം, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് ഒന്നാമത് പോവും. നന്നായിട്ട് എനിക്ക് വാഷ് ഔട്ട് ആവുന്നുണ്ട്. ഇനി ഇത് കുറച്ചോട്ടെ. എന്നാ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ഇത് ഉണങ്ങിയിട്ട് സെറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്. ഇതൊരു ലിപ്പ് ലൈനർ വരച്ചോക്കോ. ഞാൻ അതിന് മുന്നൊന്നും ലിപ് ബാം ഇട്ടിരുന്നു. ഞാൻ റെഡ് ഒരു ഈ ഷെയ്ഡിന് എന്താ പറയാ, മറന്നുപോയി. ഒരു വൈൻ റെഡ് ഷെയ്ഡൊക്കെ ആയിട്ട് എടുത്തിരിക്കണേ. ഇത് ഞാൻ മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡ് ചേഞ്ച് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ലേ, ആ സംഭവത്തിൽ ചെയ്ത അതേ ലിപ് ബാം തന്നെയാണേ. സോറി, അതേ ലിപ് ലൈനർ തന്നെയാണ്. ഫുള്ള് വെള്ളി വീഴുന്നു എനിക്ക്.
ഫോക്കസ് ഔട്ടറാണ് ഞാൻ എനിക്ക് ഈ ലിപ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അശോ, ഈ ലിപ് ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഷെയ്ഡും എനിക്ക് ഇഷ്ടമാണ്. ഇത് മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ലിപ് ഷെയ്ഡൊന്നും എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല. ലൈക്ക് എൻ്റെ സ്കിൻ ടോൺ അത് ചെയ്തു, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്കുണ്ട്. സോ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഷോ ഗേൾ അല്ലേ. അത് ലിപ്പിലിട്ട് കഴിഞ്ഞാൽ ബെറ്റർ ദാൻ നേരത്തെ ചെയ്തത് അല്ലേ. നേരത്തെ ഇത് ഇട്ടതിനേക്കാളും ബെറ്റർ ആണ്. ഐ തിങ്ക് ഇപ്പം ഇത്തിരി കൂടെ വാഷ് ഔട്ട് ആവാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഡെയിലി യൂസിനൊക്കെ പറ്റും. പിന്നെ ഇത് എനിക്കറിയില്ല, ഇത് അത്ര ക്വാളിറ്റി ഉള്ള സാധനം. നമ്മൾ ഒരു 93 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന സാധനത്തിന് ഇത്ര ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ് നേരത്തെ തന്നെ തെളിഞ്ഞ്. പിന്നെ ഇതിലെന്താ പറയുക, ഇനി കുറച്ച് നേരം ഉണങ്ങിയിട്ട് ഇത് ട്രാൻസ്ഫർ ആവുമോ എനിക്കറിയില്ല. ഞാൻ ലിപ് ബാം ഇട്ടാറിഞ്ഞ് ഉണങ്ങുമോന്നും എനിക്കറിയില്ല. സോ കളർ എനിക്ക് ലിപ് ബാം ഇട്ടപ്പോൾ എനിക്ക് ഓക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് നോ. ഇതിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റ് കളർ കാണിക്കുകയാണെങ്കിൽ, ഐ തിങ്ക് ഇതാണ് ഇതിൻ്റെ കളർ. അയ്യോ, ഐ തിങ്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാനൊന്ന് ക്യാമറ സ്വിച്ച് ചെയ്ത് കാണിച്ചു തരാവേ. ഈ കാണാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ്. നല്ല കൂൾ ടോണുള്ളവർക്കൊക്കെ നല്ല മാച്ചാവും, നല്ല ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ ഹേർട്ട് ബ്രേക്കർ ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡായ കാരണം ഇതിനകത്തുള്ള ഡാർക്ക് ഇതാണ്. സോ ഇതാണ് ഹേർട്ട് ബ്രേക്കർ. എനിക്ക് തോന്നുന്നു, ഐ ഹോപ്പ് ഇതെനിക്ക് മാച്ച് ആവും, എനിക്കിത് വാഷ് ഔട്ട് ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയുള്ള ന്യൂഡൊക്കെ ഞാൻ ഇടാറുണ്ട്. ഓക്കെ, അത് നോക്കി നോക്കാം. ഇത് തുടച്ചായിട്ടല്ല, പുറമെ ഇട്ട് നോക്കാവേ. ഞാൻ ലിപ് ബാം ഇടണ്ടാവും. കുറേ നേരം ഞാൻ ലിപ് ബാം ഇട്ട് മാറ്റുന്നു. ലിപ് ബാം ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു നേരത്തെ ഇത് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല ലിപ് ബാം ഇട്ടിട്ട്. ഇനിയിപ്പോൾ ലിപ് ബാം ഇടാണ്ട് ഉണങ്ങാൻ നോക്കാം. ഐ തിങ്ക് ഭയങ്കര ഓറഞ്ച് ചെയ്യാം. നേരത്തെ അത്ര എനിക്ക് വാഷ് ഔട്ട് ആവണില്ലെങ്കിൽ ചെറിയ രീതിയിൽ എനിക്ക് വാഷ് ഔട്ട് ആവുന്നുണ്ട് അല്ലേ. ഇല്ല, ഓക്കെ ആണോ? ബട്ട് എനിക്കിത് വലിയ ഇഷ്ടമായില്ല. എനിക്ക് എൻ്റെ സ്കിന്നിന് ഇത് ഇഷ്ടമായില്ല. എനിക്ക് അപ്പം ഇട്ട് നോക്കുന്ന സമയത്ത് എനിക്കിത് വലിയ ഇഷ്ടമായില്ലെങ്കിലും ഇപ്പം ഫോണിൽ കൂടെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ട്. സംഭവം കൊള്ളാം. നമുക്ക് ലൈൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മുകളിൽ കൂടെ ലൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, ബെറ്റർ ദാൻ ദിസ്. ഇത് നോക്കൂ. ഓ, കണ്ടോ? ഇതിനേക്കാളും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല ഇത്. നേരത്തെ ഞാൻ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എന്താലോചിച്ചിട്ട് ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയണേ. വീഡിയോ എടുത്തിട്ട് വീണ്ടും വോയിസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും മടിയുള്ളതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇട്ട് വീഡിയോ എടുത്തത്. അപ്പം അത് മൊത്തം മണ്ടത്തരവും. അപ്പം വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, അത് സൈലൻ്റ് ആക്കി വീണ്ടും വോയിസ് ഇടേണ്ട അവസ്ഥയാണ്. അതായത് രമണ, സംഭവം ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ലിപ് ബാം ഇട്ടപ്പോൾ ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിപ് ബാം മാറ്റിയിട്ടപ്പോൾ ട്രാൻസ്ഫർ ആവുന്നത് കുറച്ച് കുറയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ട്രാൻസ്ഫർ പ്രൂഫാണെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരോ വെള്ളി സമയങ്ങൾ. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ലിപ് ലൈനറായി ഒരു സെയിം ലിപ് ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ ലിപ് ലൈനർ തന്നെയാണ് ഇപ്പം വീണ്ടും നമ്മൾ എന്താ പറയുക, ഇപ്പം ലിപ്സ്റ്റിക് ഇട്ടതിൻ്റെ മുകളിൽ കൂടെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ. ഈ ലിപ് ലൈനറും കൂടെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഫോണിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആ ഭംഗി തോന്നുന്നത്. നൈസാണല്ലേ. ഇപ്പോൾ ഓക്കെ, ഇത് പോണില്ലട്ടാ. ലിപ് ബാം ഇട്ട കാരണം പോണതറിയണം, അല്ലെങ്കിൽ ഇത് പോവില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതായിരുന്നു?
മെറ്റീരിയലുകളാണ് അടുത്തത്. ഇതിൻ്റെ അകത്ത് മെറ്റീരിയലുകളാണ് ഡാർക്ക്. സോ മെറ്റീരിയലുകൾ ഇതായിരിക്കണം. അതിന് മുന്നേ ഇതിൻ്റെ സ്വാച്ച്, കറക്റ്റ് സ്വാച്ച്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ്. ഇത് അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായി. ആദ്യത്തെ ഷെയ്ഡ് ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് ചേരുമായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു മീഡിയം ഒരു ഡാർക്ക് സ്കിൻ ടോൺ, എന്നെ പോലെ തന്നെയുള്ള സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് സാധാ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് മാച്ച് ആവും. ഈ സെക്കൻഡ് വൺ എനിക്കതാ ഫീൽ ആവുന്നേ. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് എന്താണ്, മെറ്റീരിയലുകളാണ്. ഇത് എനിക്ക് ഉറപ്പാണ് ഇത് വാഷ് ഔട്ട് ആവുന്നു. കളറും സംഭവം ഭയങ്കര ലൈറ്റാണ്. ഇതെനിക്ക് വാഷ് ഔട്ട് ആവും. എങ്കിലും അറിഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങിയതല്ലേന്ന് വെച്ചിട്ട് ഇട്ട് നോക്കാം. എൻ്റെ ചുണ്ട് കാണാനില്ല ഇതിട്ടിട്ട്. ഇങ്ങനെയാണെന്നും കുഴപ്പമില്ല അല്ലേ? ചുണ്ട് ഞാൻ ടിഷ്യൂ ഇട്ട് ഇതാക്കിയിട്ടേ ക്യാമറയിൽ കാണുമ്പോൾ വാഷ് ഔട്ട് ആയ പോലെ തോന്നുന്നുണ്ട് സംഭവം. കാരണം വെയിലടിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഫേസിലേക്ക് വെയിലടിക്കുന്നുണ്ട്. അപ്പം എനിക്ക് വാഷ് ഔട്ട് ശരിക്കും തോന്നുന്നുണ്ട്. പക്ഷെ ഇത് കണ്ണാടി നോക്കുമ്പോൾ വാഷ് ഔട്ട് തന്നെയാണ്. ഒരു പിങ്കിഷ് അറിയുന്നുണ്ട്. ഇതിൽ നോക്കുമ്പോൾ എൻ്റെ സ്കിൻ ചുണ്ടില്ലാത്ത പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഇതിനേക്കാളും ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഉണങ്ങാൻ സമ്മതിച്ചില്ല. അതിന് മുന്നേ ഞാൻ കിസ് പ്രൂഫ് ആണോ നോക്കി. സോ കിസ് പ്രൂഫ് അല്ല. ഇത് നമുക്ക് ലൈനർ ഇട്ടിട്ടൊന്ന് ഷെയ്ഡ് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ എല്ലാത്തിനും ഒരേ ഷെയ്ഡ് തന്നെയായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എനിക്കൊരു കംഫർട്ടും കോൺഫിഡൻസും നൽകുന്ന ഷെയ്ഡാണ് ഈ ലിപ് ലൈനറിൻ്റെ ഷെയ്ഡ്. സോ അതാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ റെഡിൻ്റെ കൂടെ എല്ലാ ന്യൂഡും സെറ്റാവും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇത് നൈസായല്ലേ? അടിപൊളി. ഇത് കൊള്ളാട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എനിക്ക് മാച്ച് ആവുമെന്ന് വിചാരിച്ച ഷെയ്ഡല്ല. ഇത് ലൈനറിൻ്റെ കൂടെ, ഈ ലൈനർ ബർഗണ്ടി റെഡ് അല്ലെങ്കിൽ വൈൻ റെഡിൻ്റെ കൂടെ ഇന്ത്യൻ സ്കിൻ ടോണിന് നമ്മുടെ മെറ്റീരിയലുകൾ അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. വേണമെങ്കിൽ കുറച്ച് ഇപ്പം നിങ്ങൾ വിചാരിക്കും അടിപൊളിയാണല്ലേ. ഇതിൻ്റെ സ്വാച്ച് ഞാൻ കാട്ടിത്തരാം. ഈ തേർഡ് വണ്ണാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളറ്. ഫെയർ സ്കിന്നുകാർക്ക് ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാണിച്ച ഈ മെറ്റീരിയലുകൾ ലിപ്സ് ഷെയ്ഡ് നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണുകാർക്ക് ഇത് നമുക്ക് വാഷ് ഔട്ട് ആവും. ലൈനർ ഇതേപോലത്തെ ബർഗണ്ടി കുറച്ച് ഡാർക്ക് ലൈനർ വെച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് ബർഗണ്ടി ആണെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. ഫെയർ സ്കിന്നുകാർക്ക് ഇത് അടിപൊളിയായിരിക്കും. ലൈനറിൻ്റെ ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഫസ്റ്റ് വണ്ണിന് ചിലപ്പോൾ അവർക്ക് ലൈനർ ആവശ്യം വന്നേക്കാം. അവർക്ക് ഈ മൂന്ന് ഷെയ്ഡ് അവർക്ക് നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു. ഫെയർ ആൾക്ക് ഇന്ത്യൻ സ്കിൻ ടോണുകാർക്ക് ഇപ്പോൾ സെക്കൻഡ് വണ്ണും എന്നെ സംബന്ധിച്ച് എനിക്ക് സെക്കൻഡ് വണ്ണും ഈ തേർഡ് വണ്ണും ആണ് ഇഷ്ടമായത്. ഫസ്റ്റ് എനിക്ക് വാഷ് ഔട്ട് ആവും. എനിക്കത് വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ല. സോ നെക്സ്റ്റ് ഫൈനലാണ് ഫേമസ്. ഇതൊക്കെ ഇട്ടെങ്കിൽ എനിക്ക് ചുണ്ട് കാണത്തില്ല. ഓ മൈ ഗോഡ്, ഇത് ചുണ്ടിന്ന് പോകുന്നില്ല. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇതോട്ടോ ചുണ്ടിന്ന് ഇളക്കി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്മഡ്ജ് പ്രൂഫാണ് ഐ തിങ്ക്. ഉണങ്ങി കഴിഞ്ഞാൽ സ്മഡ്ജ് പ്രൂഫാണ്. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡിനുള്ളിൽ സംഭവം ഉണങ്ങുന്നുണ്ട്. സെക്കൻഡോട് ഉണങ്ങുന്നുണ്ട്. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ട്രാൻസ്ഫർ പ്രൂഫാണ്. ഉണങ്ങാണ്ട് കിസ് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പ്രിന്റ് വരും. ഇത് ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ പ്രിന്റ് വരും. ഇത് നമുക്ക് ഇട്ട് നോക്കാം. ഇതൊന്നും ഞാൻ ലിപ് ബാം ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുള്ളൂ. പിന്നെ എപ്പോഴെപ്പോഴും ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ
ഇതിട്ടിട്ട് എൻ്റെ ചെണ്ട അറിയണം കൂടെ ഇല്ല. ഇതൊന്നും എനിക്ക് ഈ ഷെയ്ഡ് എനിക്ക് തോന്നുന്നേ നമ്മുടെ ആലിയ ഭട്ടിൻ്റെ കല്യാണത്തിൻ്റെ ഒരു ഷെയ്ഡില് ആ ഷെയ്ഡ് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഷെയ്ഡിൻ്റെ കളർ കണ്ടിട്ട് ഇത് ഭയങ്കര ന്യൂഡ്. എനിക്ക് കണ്ട ചുണ്ട അറിയുന്നില്ല. ചുണ്ടുണ്ട് എനിക്ക്. എന്ത് ദൈവമേ, ഇത് ലൈനർ വെച്ചാൽ എനിക്ക് നന്നാകും തോന്നില്ല. ഇത് ഞാൻ പിങ്ക് ലൈനർ ഇട്ട് നോക്കാം കേട്ടോ. കാരണം ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഈ പിങ്ക് ലൈനർ പോലെ എനിക്ക് അതിലേക്ക് ചേരാത്ത ലൈനറാണ്. പിങ്ക് ഇട്ടപ്പോൾ ഒന്നുകൂടെ വാഷൗട്ടായ പിങ്ക് ചേക്കുക. നോക്കട്ടെ. വെയിറ്റ് റെഡ് ലൈനർ കൊള്ളാം അല്ലേ? റെഡ് ലൈനർ ഇട്ടപ്പോൾ നൈസായിട്ട് തോന്നുന്നുണ്ട്. ഫേമസ് എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് റെഡ് ലൈനർ ഇട്ടപ്പോൾ. സാധാ ലൈനർ ഇല്ലെങ്കിൽ ഇതൊരു നോ ഗുണം. സോ ഇതിൻ്റെ സ്വാച്ച് ഇതാണ്. ഇതിൻ്റെ ലാസ്റ്റ് സ്വാച്ച്. ഓ ഈ 4 ഷെയ്ഡും സംഭവം നമുക്ക് വേർത്താണ്. 4 ഷെയ്ഡ് കിട്ടും. ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ലൈനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചേരുന്നതാണ് എനിക്ക് ഫീൽ ആവുന്നത്. ആ ഫസ്റ്റ് ഷെയ്ഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഫേമസ്. എനിക്കിത് കണ്ടോ, ഇത് ഫേമസ് ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് കൊള്ളാല്ലേ ഈ ലിപ്സ്. ഇതെനിക്ക് ഇപ്പോൾ എന്താ പറയുക, ഫോണിൽ കൂടെ കാണുമ്പോഴും കണ്ണാടി കൂടെ കാണുമ്പോഴും ഓക്കെയാണ്. ഓക്കെ. ഈ 4 ഷെയ്ഡും സംഭവം ഇങ്ങനെ കാണാം. ഇങ്ങനെ കാണുമ്പോഴാ കളർ അറിയുന്നത്. പിടിക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ. ഈ 4 ഷെയ്ഡും സംഭവം നമുക്ക് 4 ഷെയ്ഡ് കിട്ടുന്നുണ്ട്. എല്ലാ ഇന്ത്യൻ സ്കിൻ ടോൺ ഇത് മാച്ച് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനർ ഇട്ടാൽ മാത്രമേ മാച്ച് ആവത്തുള്ളൂ. പിന്നെ ലൈനർ ഇടാണ്ട് മാച്ച് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ 98 റുപ്പീസിനോ 93 റുപ്പീസിനോ ഇത് വേർത്തിട്ടാണ്. സംഭവം വേർത്തിട്ടാണ്. സംഭവം എന്താ പറയുക, സ്മഡ്ജ് പ്രൂഫാണ്, കിസ് പ്രൂഫാണ്, വിത്തൗട്ട് ലിപ് ബാം ആൻഡ് വിത്തൗട്ട് ഡ്രൈ ആവണതിന് മുന്നാണെങ്കിൽ പ്രൂഫാവും. സോ അതൊക്കെയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ പ്രൊഡക്റ്റാണിത്. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ഞാൻ സംഭവം മുകളിൽ ലിങ്ക്, നമ്മുടെ ഫോട്ടോ മുകളിൽ വെക്കാം. ഇവിടെ ഫോട്ടോ വെക്കാവേ ഈ സംഭവത്തിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്രക്കുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെയും കാണാം. എന്തിനാ പറയുക, ഇതുവരെ വീഡിയോ ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.